ഹലോ ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്ന് പറയുന്നത് ഡേ ഇൻ മൈ ലൈഫാണ്. എൻ്റെ ഇന്നത്തെ ഒരു ദിവസമാണ് നിങ്ങളുമായിട്ട് ഞാൻ പങ്കിടുന്നത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു ദിവസം എങ്ങനെയൊക്കെയാണെന്നാണ് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. മഴയൊക്കെ പെയ്ത് എല്ലായിടവും നാശനഷ്ടങ്ങളൊക്കെ ആയിരുന്നു. ഇവിടെയും 2-3 ദിവസം കറണ്ടൊന്നും ഇല്ലായിരുന്നു അടുപ്പിച്ച്. പിന്നെ ലൈൻ കമ്പിയും പോസ്റ്റും എല്ലാം പോയി. അങ്ങനെ ഞങ്ങൾക്കും ഇവിടെ നെറ്റ്വർക്ക് ഇഷ്യൂസും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതുപോലെ നിങ്ങളവിടങ്ങളിലും കാണുമായിരിക്കും മഴയോടനുബന്ധിച്ചുള്ള നാശനഷ്ടങ്ങളൊക്കെ. ഇവിടെയും അതുപോലെ ബാധിച്ചു. ഇപ്പോൾ ചായയിലൂടെ നമ്മളുടെ ഇന്നത്തെ വ്ലോഗ് ആരംഭിക്കുകയാണ്. അതിനായിട്ട് പാലും വെള്ളവും ഞാൻ അടുപ്പത്തേക്ക് വെച്ചു. അതിന് ശേഷം നമ്മൾ പഞ്ചസാരയും തേയിലയും തിളച്ച് വരുന്ന സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കും. അങ്ങനെ ചായ റെഡിയാവും പെട്ടെന്ന് തന്നെ. ചായക്ക് താമസമൊന്നും ഇല്ലല്ലോ. ഇന്ന് ക്ലിനിക്കിൽ നേരത്തെ എത്തണമായിരുന്നു. എനിക്ക് 8:30-ക്കായിരുന്നു എത്തേണ്ടത്. ക്ലിനിക്കിൽ നിന്ന് ക്യാമ്പിംഗ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് നേരത്തെ പോകണമായിരുന്നു. അപ്പോൾ ഇന്ന് ഉമ്മ താമസിച്ചാണ് എഴുന്നേറ്റത്. അപ്പോൾ ഞാൻ നേരത്തെ എഴുന്നേറ്റു. ഞാനൊരു 6 മണിയൊക്കെ ആയപ്പോൾ എഴുന്നേറ്റു ചായയൊക്കെ ഉണ്ടാക്കി. പിന്നെ അതിന് ശേഷം ഞാൻ എഴുന്നേറ്റത് കണ്ട് ഉമ്മയും എഴുന്നേറ്റു. ഒരു 6:30 ആയപ്പോൾ ഉമ്മ എഴുന്നേറ്റു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ അടുക്കളയിൽ കിടന്ന് പാചകം ചെയ്യുമായിരുന്നു. എന്തോ പ്രത്യേകിച്ച് പാചകം ചെയ്യാനൊന്നും ഇല്ലായിരുന്നു. തലേന്നത്തെ ബീഫ് ഉണ്ടായിരുന്നു, അത് കറിയാക്കി. അങ്ങനെ രാവിലെ ഇടിയപ്പവും ബീഫ് കറിയാക്കി. അതിനു വേണ്ടി ഞാൻ ഉമ്മയെ ഹെൽപ്പ് ചെയ്തു. ഉമ്മ പറഞ്ഞു കുറച്ച് സവാള എടുത്ത് തൊലിച്ചരിയാൻ പറഞ്ഞു. ഞാൻ വെറുതെ ഇരിക്കുന്നത് കണ്ടിട്ട് എനിക്ക് ഒരു 8 മണിയാകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ മതി. അപ്പം സമയമുള്ളത് കൊണ്ട് ഞാൻ കുറച്ച് നേരം ഉമ്മയെ ഹെൽപ്പ് ചെയ്തു. എനിക്കാണെങ്കിൽ സവാള ഇഷ്ടമല്ലാത്തൊരു സാധനമാണ്. അരിയാൻ ഏറ്റവും മടിയുള്ള സാധനമാണ് സവാള. ഉമ്മ എപ്പോഴും എനിക്ക് അതേ തരുത്തോളൂ. അരിയാൻ തരുന്നെങ്കിൽ എപ്പോഴും എനിക്ക് സവാളയെ തരുത്തോളൂ. എനിക്കാണെങ്കിൽ കണ്ണീരിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഗൈസ്. എനിക്കാണെങ്കിൽ ഇഷ്ടമല്ലാത്തൊരു സാധനമാണ് ഈ സവാള. അത് തന്നെ എപ്പോഴും തരുന്നത് എനിക്ക് അരിയാന്. അങ്ങനെ സവാള എല്ലാം അരിഞ്ഞ് ഞാൻ ഉമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ചു. അതിനുശേഷം ഞാൻ എസ്കേപ്പായി അടുക്കളയിൽ നിന്ന്. ഇനി അടുത്ത ജോലി തരുമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മുടെ ബീഫ് കറിക്കുള്ള സാധനങ്ങളെല്ലാം ഉമ്മ സെറ്റാക്കി വെച്ചു. അതിനുശേഷം ഇടിയപ്പത്തിനുള്ള എല്ലാം സെറ്റാക്കാനായിട്ട് പോകുന്നു. ആ സമയം കൊണ്ട് ഞാൻ റെഡിയാകാൻ പോയി ക്ലിനിക്കിലേക്ക് പോകാൻ. അതിനായിട്ട് ഞാൻ എൻ്റെ ന്യൂ യൂണിഫോം ഇവിടെ ഇട്ടേക്കുവാണ്. ഇത് പുതിയതായിട്ട് മേടിച്ച യൂണിഫോമാണ്. അവിടുന്ന് മസ്റ്റായിട്ട് യൂണിഫോം വേണമെന്ന് പറഞ്ഞു ക്ലിനിക്കിൽ. അതുകൊണ്ട് അങ്ങനെ മേടിച്ച യൂണിഫോമാണ്. അപ്പം ഞങ്ങൾക്ക് ഫാർമസിസ്റ്റുകാർക്ക് ഈ ഒരു കളർ യൂണിഫോമാണുള്ളത്. അങ്ങനെ ഉമ്മയുടെ ഇടിയപ്പവും ഇറച്ചിക്കടയും ഇവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനത് കഴിച്ചു. എന്നിട്ട് ക്ലിനിക്കിലേക്ക് പോകാൻ വേണ്ടി തയ്യാറായി. അങ്ങനെ ക്ലിനിക്കിൽ നിന്ന് വൈകിട്ട് വന്നപ്പോൾ അനിയത്തിയുടെ വക സ്പെഷ്യൽ മാഗി റെസിപ്പി ആയിരുന്നു ഉണ്ടായിരുന്നത്. ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ആളിവിടെ ഭയങ്കര പ്രൊഫഷണലായിട്ടൊക്കെ മാഗി ഉണ്ടാക്കാൻ നോക്കുകയായിരുന്നു. എങ്ങനെയൊക്കെയോ മാഗി നല്ല ടേസ്റ്റിൽ എന്തായാലും കിട്ടി. അവസാനം എങ്ങനെയോ ആള് ഒപ്പിച്ചെടുത്തു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അനിയത്തിയുടെ ഈ ഒരു അടിപൊളി റെസിപ്പി കൂടി ഈ ഒരു വ്ളോഗിൽ ഞാൻ ആഡ് ചെയ്യുകയാണ്. മസ്റ്റായിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റി മാഗി ആയിരുന്നു. ഈ ഒരു രീതിയിൽ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. നല്ലൊരു റിസൾട്ടാണ് കിട്ടുന്നത്. എനിക്കിഷ്ടപ്പെട്ടു. സാധാരണ നമ്മൾ മാഗി ഉണ്ടാക്കുന്നതിലും വ്യത്യസ്തമായി നമുക്ക് ഈ കടകളിൽ നിന്നൊക്കെ കിട്ടുന്ന മാഗിയുടെ ഒരു ടേസ്റ്റ് ആയിരുന്നു ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയപ്പോൾ കിട്ടിയത്. അപ്പോൾ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടുന്നത് നിങ്ങൾക്ക് ആവശ്യമുള്ള വെജിറ്റബിൾസ് എടുക്കാം. ഇവിടെ ഞങ്ങൾ സവാളയും അതുപോലെ ക്യാപ്സിക്കവും ക്യാരറ്റുമാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് ചോപ്പ് ചെയ്തെടുക്കുക. ചെറുതായിട്ട് കുഞ്ഞായിട്ട് ചോപ്പ് ചെയ്തെടുക്കുക. ഇപ്പി നൂഡിൽസിൽ ഇതെല്ലാം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കിത് ചെയ്യണമെന്നില്ല.
ഇതൊക്കെ ഓപ്ഷനിലാണ്. പക്ഷെ നമ്മൾ കയ്യിലുള്ള വെജിറ്റബിൾസ് കൊണ്ട് നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോഴും അതിനകത്തുള്ള വെജിറ്റബിൾസ് കൊണ്ട് ചെയ്യുമ്പോഴും രണ്ട് രുചിയാണ് കിട്ടുന്നത്. പക്ഷെ നല്ല രുചി കിട്ടുന്നത് ഇങ്ങനെ ചെയ്യുമ്പോഴാണ്. നമ്മൾ ഈ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന ഇപ്പിക്കൊക്കെ നല്ല ടേസ്റ്റ് അല്ലേ. അപ്പോൾ ആ ഒരു ടേസ്റ്റ് ഒക്കെ വരണമെങ്കിൽ ഇതുപോലെ ചെയ്യണം. നമ്മളെ കയ്യിലുള്ള വെജിറ്റബിൾസ് കൊണ്ട് ചെയ്യുമ്പം ഇങ്ങനെ വരും. അതാണ് എൻ്റെ അനിയത്തി. ആൾക്ക് ക്യാമറ വരാൻ ഭയങ്കര ഷൈ ആണ്, അതുകൊണ്ട് ഞാൻ കയറ്റാറുമില്ല. അങ്ങനെ നമ്മൾ വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്തു. ഇനി നമുക്ക് ഒരു ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം അതിലോട്ട് കടുക് ഇടുന്നുണ്ട്. കടുക് ഇട്ടതിന് ശേഷം കടുകെല്ലാം ഇട്ട് അത് പൊട്ടിത്തെറിപ്പിച്ചതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ വെജിറ്റബിൾസ് ആണ്. നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന വെജിറ്റബിൾസ് എല്ലാം കൂടി ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഈ വെജിറ്റബിൾസ് എല്ലാം കൂടി നന്നായിട്ടൊന്ന് എണ്ണയിലിട്ട് വഴറ്റിയെടുക്കുക. അപ്പം ഇതെല്ലാം കൂടി ഇട്ടൊന്ന് വഴറ്റി എടുത്തതിന് ശേഷം ഒരു 2 കപ്പോളം വെള്ളം അതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മളുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ഇപ്പി ഇതിലോട്ട് ആഡ് ചെയ്തെടുക്കുക. അപ്പം ഇപ്പി 2 കവറാണ് മേടിച്ചിട്ടുള്ളത് ഞങ്ങളിവിടെ. അപ്പം ആ 2 കവറും പൊട്ടിച്ചിടുകയാണ് ചെയ്യുന്നത്. അപ്പം കുറച്ച് തോനെ ക്വാണ്ടിറ്റി വേണമെങ്കിൽ ആകെ 15 രൂപയുടെ പാക്കറ്റിനകത്ത് കുറച്ച് ക്വാണ്ടിറ്റി കാണത്തുള്ളൂ. കുറച്ച് കൂടുതൽ വേണമെങ്കിൽ 2 പാക്കറ്റ് തന്നെ വേണമെങ്കിൽ 2 പാക്കറ്റിലുള്ളത് തന്നെ വേണ്ടി വരും. അപ്പം അതിന് ശേഷം നമ്മൾ ഇവിടെ മാഗി മസാലയാണ് ഇടുന്നത്. മാഗി മൂഡ് മസാല എന്നൊക്കെ പറഞ്ഞ് പണ്ട് ഇറങ്ങാറുണ്ട്. മാഗി മൂഡ് മസാലയാണ് ഇടുന്നത്. അപ്പം മസാലയെല്ലാം ചേർത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ജസ്റ്റ് നല്ലതായിട്ടിട്ട് കുത്തി ഇളക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ഇളക്കിയാൽ മാത്രം മതി. അത് അവിടെ കിടന്ന് വെന്തോളും. അതിന് ശേഷം 5 മിനിറ്റ് ഇത് വേവാനായിട്ട് വെക്കുക. ആ സമയം കൊണ്ട് നമുക്ക് 2 മുട്ട എടുത്ത് പുഴുങ്ങിയ 2 മുട്ട എടുത്ത് തൊലി കളഞ്ഞ് വെക്കാം. നമ്മൾ ജസ്റ്റ് ഒരു ഡെക്കറേഷന് വേണ്ടിയാണ് ഈ 2 മുട്ട എടുത്തിട്ടുള്ളത്. ടോട്ടലി നമ്മളിവിടെ 3 മുട്ടയാണ് എടുക്കുന്നത്. ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാനും നമ്മളുടെ ഇപ്പിയിലോട്ട് പൊട്ടിച്ചൊഴിക്കാനും, 2 എണ്ണം അല്ലാതെ ഡെക്കറേഷന് വേണ്ടിയിട്ടാണ് പുഴുങ്ങി വെക്കുന്നത്. ഒരു മുട്ട പുഴുങ്ങാത്ത മുട്ടയാണ് നമ്മൾ ഇപ്പിയിലേക്ക് പൊട്ടിച്ചൊഴിക്കുന്നത്. അതിനുശേഷം പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. അപ്പം നല്ല രീതിയിൽ മിക്സ് ആക്കി കഴിയുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മളുടെ സ്പെഷ്യൽ മാഗി നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്നതിനേക്കായി നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.